ഇത്തരത്തിലാണെങ്കിൽ മകളുണ്ടെന്ന സന്തോഷ വാർത്ത തിരിച്ചറിയുന്ന വിക്രത്തെ കാണാനായിട്ട് കഴിയും. അതായത് ഒരു 5 വർഷക്കാലം വിക്രം ജയിലിൽ വേദ എവിടെയാണ്, വേദയെക്കുറിച്ചൊരു വിവരവുമില്ലാതെ അങ്ങനെ ജീവിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് കഴിയുക കേട്ടോ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വേദയോ തൻ്റെ കുഞ്ഞിനെ സുരക്ഷിതമായി പ്രസവിക്കണമെന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ വേദയാണെങ്കിൽ കുഞ്ഞിന് വേണ്ടി തൻ്റെ കൂട്ടുകാരിയുടെ അടുത്തേക്ക് വേറൊരു നഗരത്തിലേക്ക് പോകുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. അവിടെ ചെന്ന് കുറച്ച് നാളൊക്കെ കൂട്ടുകാരിയുടെ ഇതിൽ നിൽക്കുമ്പോൾ തന്നെ വേദയ്ക്കാണെങ്കിൽ അത് ശരിയല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുന്നത് കാണാൻ കഴിയും. അതായത് താൻ അവളെ ബുദ്ധിമുട്ടിക്കാനല്ലല്ലോ വന്നത്, അതുകൊണ്ട് തന്നെ അവൾക്കൊരു ബുദ്ധിമുട്ടായി മാറരുത് എന്നുള്ള ചിന്ത വേദയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ വേദ ഒരു ജോലി കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു ജോലിക്ക് വേണ്ടി തന്നെ സഹായിക്കാനായിട്ട് കൂട്ടുകാരിയോട് പറയുന്നുണ്ട് എന്നും കാണാനായിട്ട് കഴിയും. ഒടുവിൽ കൂട്ടുകാരി ഒരു RJ ജോലിയോ മറ്റോ ആണെന്ന് തോന്നുന്നു വാങ്ങി നൽകുന്നുണ്ട്. ആ ജോലി വഴി വേദയുടെ അത്യാവശ്യം കാര്യങ്ങളും കൂടാതെ തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് ഒരു നല്ല ആശുപത്രിയും ചികിത്സാ ചെലവുമൊക്കെ സമ്പാദിക്കാനായിട്ട് വേദയെക്കൊണ്ട് സാധിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ വേദ അവിടെ അത്യാവശ്യം സന്തോഷത്തിലാണ്. അപ്പോഴും വേദയ്ക്ക് വിക്രമിൻ്റെ ചിന്തകളുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. വിക്രമിനെ കാണാനായിട്ട് മാഷൊക്കെ ജയിലിലേക്ക് പോകുമ്പോൾ വിക്രം ആദ്യം തന്നെ തിരക്കുന്നത് വേദയുടെ ചിന്തകളാണ്, വേദയുടെ കാര്യമാണ് എന്ന് കാണാം. വേദയെക്കുറിച്ച് വല്ല വിവരമുണ്ടോ, വേദയെ കണ്ടുകിട്ടിയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ മാഷാണെങ്കിൽ പറയുന്നുണ്ട്, മോനെ വിക്രം, വേദയെ ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. വേദയെ കണ്ടെത്താനായിട്ട് ഞങ്ങൾക്ക് ആരെക്കൊണ്ടും സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോഴും വിക്രത്തിന് നിരാശ തന്നെയാണ് ഉണ്ടാകുന്നത് എന്ന് കാണാം. അങ്ങനെ ശിക്ഷാ കാലാവധിയൊക്കെ കഴിയുന്നുണ്ട് എന്ന് കാണാൻ കഴിയൂട്ടോ. അതായത് വേദ ഒരു സുന്ദരിയായ പെൺകുഞ്ഞിന് ജന്മം നൽകുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. അങ്ങനെ ശിക്ഷാവിധി കഴിഞ്ഞ് വിക്രം പുറത്തിറങ്ങുമ്പോഴും വിക്രത്തിൻ്റെ മനസ്സ് വേദയെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് കാണാം. വേദ എവിടേക്കാണ് പോകാൻ സാധ്യത എന്ന് വിക്രം ചിന്തിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ വിക്രമാണെങ്കിൽ ആദ്യം തന്നെ ഇടുക്കിയിൽ പോയി അന്വേഷിക്കുന്നുണ്ട് വേദ എവിടേക്ക് പോയി എന്നറിയാനായിട്ട്. രണ്ടാമത് ഇടുക്കിയിൽ എത്തിക്കഴിയുമ്പോഴാണ് വേദ ഗർഭിണിയായിരുന്നു എന്നുള്ള ഒരു സത്യം വിക്രം മനസ്സിലാക്കുന്നത് എന്ന് കാണാനായിട്ട് കഴിയൂട്ടോ. ഇതേ സമയം വിക്രം ഒരു കാര്യം മനസ്സിലാക്കുന്നു. താൻ ജയിലിലായതുകൊണ്ട് തന്നെ തൻ്റെ ഞങ്ങളുടെ കുഞ്ഞിന് നല്ല രീതിയിലൊരു ജന്മം നൽകാൻ വേണ്ടി വേദ മിക്കവാറും ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറിയതാവും. അതുകൊണ്ടായിരിക്കും അവൾ ഇവിടേക്ക് ഇത്ര നാളായിട്ടും വരാഞ്ഞത് എന്ന് തിരിച്ചറിയുന്ന വിക്രം തൻ്റെ മകൾക്കിപ്പോൾ എത്ര വയസ്സായി കാണും എന്ന് ചിന്തിക്കുന്നത് കാണാം. കൂടാതെ വേദയെ തപ്പി ഇറങ്ങുന്നൊരു കാഴ്ചയും കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ നമ്മുടെ കുറേ ചിന്തകളൊക്കെ വിക്രത്തിൻ്റെ മനസ്സിലുണ്ട്. തൻ്റെ മകളെ കാണാൻ എങ്ങനെയുണ്ടാവും എന്നുള്ള ചിന്ത ഒക്കെ വിക്രത്തിന് വന്നു തുടങ്ങുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വേദ കുഞ്ഞിനെ നല്ലപോലെ തന്നെ പരിപാലിക്കുന്നുണ്ട്, ശുശ്രൂഷിക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. ഒടുവിൽ വേദ പോയ സ്ഥലത്തേക്ക് വേദയെ തേടി
വിക്രം പോകുന്നൊരു കാഴ്ച കാണാം പ്രിയ പ്രേക്ഷകരെ. എന്തായാലും വിക്രം മനസ്സിലാക്കുന്നുണ്ട് തനിക്കൊരു മകൾ ഈ ഭൂമിയിലുണ്ട് എന്നിട്ടോ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്